അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷഫീഖാണ് റിയാദിന്ന്. എന്തൊക്കെയുണ്ട് ചങ്കളെ വിശേഷങ്ങളൊക്കെ? സുഖല്ലേ, റാഹത്തല്ലേ? ചങ്കളെ വലിയൊരു വിഷമത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിന് പുറകെ ഒന്നായിട്ട് 15 ദിവസത്തോളമായി നമ്മളെ ഒരു സുഹൃത്തിനെ കാണാനില്ലാതായിട്ട്. അതിൻ്റെ പുറകെയാണ് നമ്മളെ വയനാട് ഉരുൾപൊട്ടൽ. പടച്ചറബ് ഇതുപോലുള്ള മരണങ്ങളിലൊക്കെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസും ഫോട്ടോസും നമ്മൾ കാണാനിടയായി. നുണകൾ പ്രചരിപ്പിച്ചിട്ടും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ആളുകൾ ഷെയർ ചെയ്യണത്. ഫോളോവേഴ്സ്, ലൈക്കും അതുപോലെ വ്യൂസും സബ്സ്ക്രൈബും കൂടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സുഹൃത്തിനെ കാണാനായിട്ട് 15 ദിവസത്തിലേറെ ആയി. എന്തെല്ലാം നുണകൾ പ്രചരിപ്പിച്ചിട്ടാണ് ആ ഒരു വീഡിയോസിനോല് റീച്ചും കാര്യങ്ങളും വ്യൂസും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് എടുത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നമ്മളെ മനസ്സ് അത്രത്തോളം വേദനിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ പ്രതികരിക്കാൻ നമുക്ക് കഴിയായിട്ടൊന്നുമല്ല. ഓൻ്റെ ലോറി കണ്ടു, ഓനെ കണ്ടു, അവിടെ ഇവിടെ അങ്ങ് എന്തൊക്കെ ഒരു നുണകളാണ് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വയനാട് ഉരുൾപൊട്ടലിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് എന്നാണ് ആളുകൾ പറയുന്നത്. എത്ര ആൾ മരിച്ചു, എത്ര ആൾ ബാക്കിയുണ്ട് ഒന്നും എത്ര കുടുംബങ്ങൾ അല്ലെങ്കിൽ ഒന്നും ഒരു കണക്കും അറിയില്ല. ആരാണ് മരിച്ചത് പോലും അറിയണില്ല. കാരണം ചില മയ്യത്തിന് തലയുണ്ട്, ചിലതിന് ഉടല് ബാക്കിയില്ല, കാലില്ല, കൈയില്ല, എന്തല്ല നമ്മൾ കാണുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ആർഭാടമാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു. നമ്മളെ കുടുംബത്തിൽ ഒരാൾക്കാണിത് വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഇത് ഷെയർ ചെയ്ത് കളിച്ചില്ല. നമ്മളെ കുടുംബത്തിലായിരിക്കണം. ഇപ്പോൾ ഒരു ലേഡീസും അവരെ ഭർത്താവും കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് ഞാൻ കണ്ടു. എന്തൊരു ജീവിതമാണ് ഇവരൊക്കെ ജീവിതം, ഞാൻ ആലോചിച്ച് പോവുക. ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ജന്തുക്കൾ എന്ന് പോലും പറയാൻ നമുക്ക് പറ്റൂല. കാരണം അമ്മച്ചി മോളും ആ കാട്ടാൻ്റെ ഇടയിൽ രാവിലെ 6 മണി വരെ അവരെ കൂട്ടത്തിൽ നിന്നതാ. ആ കാട്ടാനക്ക് പോലും അവരൊന്നും ചെയ്യാൻ തോന്നിയില്ല. ആ ഒരു മനസ്സും കൂടി നമ്മളെ ചില മനുഷ്യന്മാർക്ക് ഇല്ലാതായി പോയി എന്നാണ്. ഒരുത്ത ഇരുന്നിട്ട് കൂളായിട്ട് പറയുന്നുണ്ട് വൈറ്റ് കാർഡ് എന്താണ് അതൊന്നുമില്ലത് ഓനക്കറിയോ. ഓൻ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ അവിടെ ഇവിടെയാണ്. എന്ത് ഹോസ്പിറ്റലിൽ? കിലോമീറ്ററുകളോളാണ് ഓരോ മയ്യത്ത്. അത് ജാതി ഭേദം എന്നിട്ടല്ല നോക്കിയിട്ടല്ല ചെയ്യണവർ. ജാതി നോക്കാൻ പോയിട്ട് ഒരു വ്യക്തി അത് ഏതാണ്, ആളെ പേരെന്താണ്, ആ വ്യക്തിനെ അറിയണ്ടോന്ന് പോലും ഇല്ല. തല പോലും ഇല്ലാത്ത ബോഡികളാണ്. കിലോമീറ്ററോളം പുഴകളിലൂടെ ഒഴുകി വന്നിട്ട് കാലും തലയൊന്നും ഇല്ലാത്ത ബോഡികൾ ഒരു തുണിയിൽ കെട്ടിയിട്ട് കൊണ്ടുവരിക. അതൊന്നും ഇപ്പം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? വീട്ടിൽ വളർത്തുന്ന പട്ടികൾക്ക് പോലും ഉണ്ടാവും ഒരു വില. ആ ഒരു വില പോലും ഇല്ലാത്ത ശവം തീനികളാണ് ഇവരൊക്കെ. ഇവരൊക്കെയാണ് നമ്മളെ നാടിൻ്റെ ശാപം. അവന് ടീഷർട്ടിൻ്റെ കളർ നോക്കണു, ആ ടീഷർട്ട് എപ്പോൾ അടിച്ച ടൈം നോക്കണു. പിന്നെ ഓല എവിടെയൊക്കെ കിലോമീറ്ററോളം താണ്ടിയിട്ടാണ് ഓരോ മയത്തിന് ഓരോ ബോഡികളിൽ. ജാതി മതം നോക്കാനുള്ള ടൈം അവിടെ ഇല്ല. അറിയണില്ല, ഒരു മനുഷ്യനെ അറിയണില്ല. കാലുണ്ടെങ്കിൽ കൈയില്ല, കൈ ഉണ്ടെങ്കിൽ തലല്ല. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാരെ അവിടെ കിട്ടുന്നത്. എന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടെയാണ് ഇങ്ങനത്തെ ഓരോ ശവന്തീനികളുടെ സംസാരം കൂടിയും കേൾക്കുന്നത്. വല്ലാത്തൊരു കഷ്ടമുണ്ട്. സോഷ്യൽ മീഡിയയിൽ കയറി നിന്നിട്ട് എന്തും പറയാമെന്നില്ല ഒരു ഇതാണ് അവരെ പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. ഒരുത്ത വലിയ കുട്ടിക്കും പാല് വേണമെന്നാണ്. നല്ല അടവിച്ച് കിട്ടിയില്ല എനിക്ക്. അതിൻ്റെ വീഡിയോസാണ് പുറത്തു വിടേണ്ടത്. പോലത്തെ ആൾക്കാരെ നാട്ടു റോട്ടിൽ നിന്നിട്ട് പെരുമാറുന്ന വീഡിയോസ് വരണം. എന്നാലേ മറ്റുള്ളവരത് കണ്ടു പഠിക്കുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ സഹായം ചെയ്തത് കണ്ടു. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, സഹായം നേരിട്ട് എത്തിക്കാൻ പറ്റുന്ന വെച്ചാൽ അതാണ് ഏറ്റവും വലിയ ഹൈറ്. കാരണം നമ്മൾ കൊടുക്കുന്ന സഹായം, നമ്മൾ ഏൽപ്പിക്കുന്ന സഹായങ്ങൾ
അർഹമായ കൈകളിൽ എത്തിക്കുന്നില്ല തോന്നുന്ന ആളുകൾക്ക് മാത്രം അവർക്ക് അത് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് ബാർകോഡുകളും കാര്യങ്ങളും അക്കൗണ്ടുകളും ഒരുപാടെണ്ണം അവിടെ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് എത്ര ഫണ്ട് വന്നു അതൊന്നും നമ്മൾ അന്വേഷിക്കൂല. ഇപ്പോൾ ബോച്ചെ 100 വീട് വെക്കാനുള്ള സ്ഥലം കൊടുത്തു പറഞ്ഞു, അത് ബോച്ചെ നേരിട്ട് ചെയ്യുക. അതൊന്നും ചില ആളുകൾക്ക് പറ്റൂല. ആ ഒരു ഇതിൽ 10 വീടോ അല്ലെങ്കിൽ ഒരു 2 വീട് വെച്ചിട്ട് ഓരോ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വലിയ ഹൈറാണ്. അത് അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ എത്തിച്ചേരും ചെയ്യും. കക്കുന്ന ആളുകൾ, അതിൽ നിന്ന് കൈയിട്ട് വാരുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി നിർത്തുക. അവർക്ക് കക്കാനൊരു ടൈം നമ്മൾ കൊടുക്കരുത്. ആരൊക്കെ എന്തെല്ലാം സഹായങ്ങൾ, കാരണം അന്ന് ഞങ്ങളെ ഗ്രൂപ്പിൽ വന്നിരുന്ന ഫേക്ക് വോയിസ്, ഇനി ഇവിടെ ഒന്നും വേണ്ട, ഇനി ഇവിടെ ഒന്നും വേണ്ട, ഇവിടെ ഒക്കെ റെഡി ആയിട്ടുണ്ട്, എവിടെ വെറുതെ ഓരോ നുണ പറയാം. അതുപോലെ ഒരു സുഹൃത്ത് വീഡിയോ ചെയ്യണുണ്ട് ഗുണം, അവിടെ എല്ലാ ആളുകൾ അവിടെ നിന്നില്ല ഭക്ഷണ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവാണ് രാവും പകലും. നമ്മളൊക്കെ ഒരു അരമണിക്കൂർ മായാണ് കൊണ്ടാ നമ്മളെ വീട്ടിൽ കയറും പറിച്ചിട്ട്. ആ സ്ഥാനത്ത് മണിക്കൂറുകളോളം ഒന്നും ഭക്ഷണം കഴിക്കാതെ ആ ചളികളിൽ നിന്നിട്ട് അത്രയും മഴയും കൊണ്ടിട്ട് സഹായിക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ ഇവർ പറഞ്ഞത്. എന്തറിയോ, അവിടെ വരുന്ന ആളുകളൊക്കെ ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവാണ്. അവിടെ വരുന്ന ഓരോ വ്യക്തികളും അവിടെ മറ്റുള്ളവർക്ക് എങ്ങനെ ഉപകാരം ചെയ്യാമെന്നില്ല നോക്കിയിട്ടാണ് വരുന്നത്. കക്കാനും പിടിച്ചാനും ആരും അവിടെ വരുന്നില്ല. അങ്ങനെയല്ല ഒരുപാട് വീഡിയോസ് ഞാൻ കാണാനിടയായി. അപ്പോൾ അതൊന്നും ഇപ്പോൾ നമ്മളിതിലേക്ക് പറയാൻ ഉദ്ദേശിക്കണില്ല. എന്നാലും നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കാണുന്ന ആളുകൾക്ക് ഇതൊന്ന് ഉൾക്കൊള്ളാൻ കഴിയണ്ടേ. നമ്മളെ പ്രതികരണം ഇങ്ങനെ ഒന്നല്ല. പക്ഷേ ഈ ടൈമിൽ ഇത് ഇങ്ങനെയെങ്കിലും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മളൊരു മനുഷ്യനല്ലാതായിപ്പോവും. അതുകൊണ്ടാണ് ഒരു ജോബ് വേക്കൻസി പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴത്തേന് കാണുന്നതാണ് ഓരോ ഫോട്ടോസും വീഡിയോസും വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് പല മോഡൽ വ്യൂസും ലൈക്കും ഫോളോവേഴ്സും കൂടാൻ വേണ്ടിയിട്ട് ഒരു ജാതി എന്താ പറയുക, എനിക്ക് അങ്ങോട്ട് തുറന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആളുകൾ കാണണല്ലേ ഇത്. പിന്നെ വേക്കൻസി ഉണ്ട്, 3 വേക്കൻസി ഉണ്ട് കേട്ടോ. അതിൽ ഒരു വേക്കൻസി ഉള്ളത് ഒരു ചായ മേക്കർ വേണമെന്നാണ് പറഞ്ഞത്, ചായ അടിക്കുന്ന ആൾ. അത് സൗദിയിലുള്ള ആളെയാണ് വേണ്ടത്. 3300 റിയാൽ സാലറി ഉണ്ട്. തനാസിൽ എടുക്കുകയാണെങ്കിൽ, തനാസിൽ നോക്കിയിട്ട് എടുക്കുമെന്ന് പറയുന്നുണ്ട്. എടുക്കുകയാണെങ്കിൽ പിന്നെ സാലറിയും കാര്യങ്ങളൊക്കെ അവർ പിന്നീട് പറയും. ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ജോലി ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ 3300 റിയാൽ സാലറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ PM വരികയാണെങ്കിൽ അവരെ വാട്സപ്പ് നമ്പർ ഞാൻ തരാം, നിങ്ങൾ അവരോട് സംസാരിച്ചോളി. രണ്ടാമത്തെ വേക്കൻസി ഉള്ളത് ഒരു ബൂഫിയ പണി അറിയണമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കി. ഒരു സൗദിക്ക് പുതിയ ബൂഫിയ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കി കേട്ടോ. അതും സൗദിയിലുള്ള ആളുകൾ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. നാട്ടിലേക്ക് വിസയും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അവർ തനാസിലും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ സൗദിയിലേക്ക് ഒരു ഡ്രൈവർ തനാസിൽ വേക്കൻസി ഉണ്ട്. അതും സൗദിയിലുള്ള ആളുകളാണ് വേണ്ടത്. 2000 റിയാലും റൂമും ഉണ്ട്. തനാസിൽ വേക്കൻസിയാണ്, വിസ ഇല്ല. ഓക്കെ, ലീവ് വേക്കൻസി അല്ല. 2000 റുപ്യ ശമ്പളം, ലൈസൻസ്, ഇക്കാമ ഇത് വാലിഡ് ആയിരിക്കണം. റിയാദും കാര്യങ്ങളും റൂട്ടും കാര്യങ്ങളൊക്കെ നല്ല അറിയണം. അതുപോലെ തന്നെ ഭാഷയും കാര്യങ്ങളൊക്കെ അറിയണം. ഈ വേക്കൻസികളൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഇപ്പം ഞാനീ പറഞ്ഞ ഒരു ചായ മേക്കർ, ഒരു ബൂഫിയ മല്ലിമ, ഒരു ഡ്രൈവർ, ഈ 3 വേക്കൻസിയാണ് ഉള്ളത്. അത് ഓരോ വേക്കൻസികളായിട്ടാണ്, ഓരോ ഇതിലേക്കാണ് വേക്കൻസി ഉള്ളത്. അപ്പോൾ എനിക്കിത് 10,000 ആളുകൾ, 10,000-ലേറെ ആളുകൾ നമ്മളെ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെ സ്റ്റാറ്റസിൽ ഒരു 3500 ആളുകളിലും സ്റ്റാറ്റസ് വാച്ച് ചെയ്യുന്നുണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാൾക്കാണ് ആ ജോബ് കിട്ടുക. അത് കരുതിയിട്ട് മറ്റാളുകളൊക്കെ വന്നിട്ട് നിങ്ങൾ വീഡിയോ ഇടുമ്പത്തിന് ആളായി എന്ന് പറയാണ്. ഓർക്ക് തോന്നുന്ന ടൈമിലാണ് ഓല വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയക്കുന്നത്. ആർക്കാണോ അത് നസീബ് എന്ന് വെച്ചാൽ അവർക്ക് കിട്ടും. എനിക്കിതില്ല എന്ന് പറഞ്ഞാൽ, ഇത് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. ഇത് ഉണ്ടാവുന്നതുകൊണ്ടും നിങ്ങൾക്ക് ഒരു ജോബാക്കി തരാമെന്ന് കരുതിയോണ്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എനിക്ക് നിങ്ങളിത് തന്നാലും തന്നിട്ടില്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മെസ്സേജ് അയക്കുക. ആളയക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്നില്ല മെസ്സേജ് അയക്കുക. ഓക്കെ, എൻ്റെ കോൺടാക്ട് നമ്പർ 98 95 331 557. ഈ നമ്പറിൽ വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.